ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ചിലപ്പോൾ നിങ്ങൾ സ്റ്റോറിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ആ ഒരു സ്റ്റോറി മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എങ്ങനെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റോറി കാണാൻ പറ്റും. ഇനി ഇത് ഷെയർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ മോർ ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇപ്പം ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇപ്പം വാട്സപ്പ്, ഫേസ്ബുക്ക്, മെസ്സഞ്ചർ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഒരു എക്സാമ്പിളിന് തൽക്കാലം വാട്സപ്പ് സെലക്ട് ചെയ്യാണ്. വാട്സപ്പ് സെലക്ട് ചെയ്തിട്ട് ഏത് കോൺടാക്റ്റിലോട്ടാണോ എനിക്കിത് ഷെയർ ചെയ്യേണ്ടത് ഞാനത് സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തിട്ട് സെൻഡ് കൊടുക്കുകയാണ്. സെൻഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറി അവർക്ക് സെൻഡ് ആവുന്നതായിരിക്കും. ഞാൻ സെൻഡ് അടിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള സ്റ്റോറി മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവിൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.